പറഞ്ഞില്ലേ ഫൈബ്രോയിഡ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു കാര്യവും അങ്ങ് വലുതായി ഇപ്പം ഫൈബ്രോയിഡ് ഒരു സ്മോൾ ആയിട്ട് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ജനറലി എല്ലാവരും ഒരു ടീനേജ് കഴിയുന്ന സമയത്ത് നമ്മളൊരു 10, 20, 22 വയസ്സ് ഓർ മാരേജിന് തൊട്ട് മുമ്പോ അല്ല ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു 20 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഫൈബ്രോയിഡ് വല്ലതും കാണുകയാണെങ്കിൽ ഫൈബ്രോയിഡോ ഓവറിയിൽ ട്യൂമറോ അല്ലെങ്കിൽ സിസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സർജറി ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യണം. ഈ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള കാരണവും പ്രൈമറി ജീവിതശൈലിയിലെ അപാകതകളാണ്. അപ്പോൾ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. അപ്പം നമ്മളൊരു ഡീറ്റെയിൽഡ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ജനറൽ എക്സാമിനേഷൻ ചെയ്യും. ചിലർ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാനും പറയും ഫൈബ്രോയിഡ് ഉണ്ട്, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വിടുകയുള്ളൂ. പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ ഒന്നും ആകാൻ പോകുന്നില്ലെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതിന് വേറെ അതിനൊരു മരുന്നായിട്ട് ആർക്കും തരാൻ പറ്റില്ല. കാരണം മരുന്നുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗുളികയും ഇതുമൊക്കെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഷോർട്ട് ടൈമിൽ അത് എടുക്കാനും പറ്റുള്ളൂ. അത് നിർത്തി കഴിയുമ്പോൾ അത് തിരിച്ചു വളർന്നു വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പം നമ്മുടെ ന്യൂട്രീഷനിൽ എന്താണ് കുറവുള്ളത്, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് കൂടുതലുണ്ടോ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ, ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. അല്ലാതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനത്തിലിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ വെറുതെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം ഉള്ളത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും 3, 4 എണ്ണം ആയിട്ടുണ്ടാകും. അതും ചെറുതായിരിക്കും. അപ്പോൾ അതിനും യൂട്രസ് എടുത്ത് കളയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് യൂട്രസ് വേണ്ടതാണല്ലോ. യങ്ങുള്ള ആൾക്കാർക്ക് യൂട്രസ് വേണ്ടതാണ്. ഇവൻ പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും പ്രഗ്നൻസിയുടെ ആവശ്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ യൂട്രസ് പല ഫങ്ഷൻസും ഉണ്ട്. പലതും നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതും ഉണ്ടാകും. അത് മാത്രമല്ല അത് സ്റ്റെം സെല്ലിൻ്റെ ഒരു റിസർവും കൂടെയാണ്. ഈ സ്റ്റെംസ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നമുക്ക് വീണ്ടും സെല്ലിൻ്റെ ബോഡിയുടെ റിപ്പയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂട്രിൻ്റെ റിസർവിന് വേണ്ടി മാത്രമല്ല, അതിനകത്ത് ഫൈബ്രോബ്ലാസ്റ്റ് ധാരാളമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസർവ് ആയിട്ടും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഇതുണ്ടാവും. നമ്മൾ അറിയാൻ മേലാത്ത പല ഫങ്ഷനും ഉണ്ടാവും. ജസ്റ്റ് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമാവില്ല യൂട്രസിൻ്റെ ഫങ്ഷൻ. നമ്മൾ അറിയാവുന്നത് മാത്രമല്ലല്ലോ, അറിയാൻ മേലാത്തത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു 5% ആണുള്ളൂ. ഒരു 95% നമുക്ക് അറിയത്തില്ലാത്തതാണ് നമ്മളുടെ ബോഡിയെക്കുറിച്ച് തന്നെ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ഒന്നും എടുത്തു കളയാൻ അത്യാവശ്യമില്ല എങ്കിൽ എടുത്തു കളയാൻ പോകരുത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.